കൊള്ളാട്ടോ, നൈസായിട്ടുണ്ട്. ഇതിനിപ്പോ നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ചുമ്മാ അങ്ങനെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് കേട്ടോ. ഹലോ, ഇന്ന് കമ്പപ്പൊടി ചോളം ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പൊ ഇതിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുന്ന പോലെ തന്നെയാണ് ചെയ്യാൻ പോണത്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഉപ്പ് എല്ലായിടത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാണ്. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. പുട്ടിന്റെ പൊടി നനക്കുന്ന പോലെ കുറച്ച് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് നനച്ചെടുക്കണം കേട്ടോ. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട്. അപ്പൊ നമ്മളിത് പുട്ടുപൊടിക്ക് നനക്കുന്ന പോലെ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പൊ ഇത് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യും. ഇപ്പൊ ഇത് ആവി വരുന്നുണ്ട്. കുറച്ചു നേരമായി ആവി ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട്. അപ്പൊ നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ അതിന്റെ ഇപ്പൊ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു, അതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ സവാളയും ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതെല്ലാം കൂടെ വഴറ്റുക. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. കാരണം ഇതിലിപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഇട്ടില്ല. അപ്പൊ അതുകൊണ്ട് പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. ഇപ്പൊ ഇത് ഏകദേശം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആവി എടുത്ത് വെച്ചിരിക്കുന്ന കമ്പം പൊടി അല്ലെങ്കിൽ ചോളപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ തിളച്ച് കൊടുക്കാം. 1/4 കപ്പോളം വെള്ളം. കുറച്ച് കറിവേപ്പിലയോട് ചേർക്കുന്നുണ്ട്. ഇനി ഇപ്പൊ ഇത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മിനിറ്റ് എങ്കിലും അടച്ചു വെക്കുക കേട്ടോ. ഇപ്പൊ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാല് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അത്രയുള്ള പരിപാടി. അപ്പൊ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാ നമ്മുടെ ഉപ്പുമാവിടെ സെറ്റാണ് കേട്ടോ. കൊള്ളാട്ടോ, നൈസായിട്ടുണ്ട്. ഇതിനിപ്പോ നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ചുമ്മാ അങ്ങനെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് കേട്ടോ. എനിക്ക് തോന്നണം കുറച്ച് കപ്പലണ്ടി കൂടി ചേർക്കണമായിരുന്നു എന്ന് തോന്നി. അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമല്ലോ. എനിക്കിഷ്ടമാണ് വാവിൽ അങ്ങനെ ചേർക്കുന്നത്. ഇത് നൈസായിട്ടുണ്ടേ. കൊള്ളാം.